ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നെറ്റ്ഫ്ലിക്സ് മാർച്ച് മാസത്തിൽ പ്രീമിയർ ചെയ്ത അഡോളസെൻസ് എന്ന സീരീസ് ഇതെഴുതുന്ന ഏപ്രിൽ 19 ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മൂന്നാമത്തെ സീരീസ് എന്ന പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഏകദേശം 124 ദശലക്ഷം ആളുകൾ ഇതുവരെ 4 ഭാഗങ്ങളുള്ള ഈ പരമ്പര കണ്ടു എന്നാണ് കണക്ക്. വിവിധ ഭാഷകളിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിരൂപണങ്ങളും വന്നുകഴിഞ്ഞു. ചിത്രത്തിൽ എഡി മില്ലർ എന്ന 13-കാരന്റെ അച്ഛനായി വേഷമിട്ട സ്റ്റീഫൻ ഗ്രഹാം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പ്രായഭേദമന്യേ ആളുകൾ ഈ സീരീസിനെ ഏറ്റെടുത്തു എന്നായിരുന്നു. സ്റ്റീഫൻ ഗ്രഹാം കൂടിയാണ് ഈ സീരീസ് എഴുതി തയ്യാറാക്കിയത്. അദ്ദേഹം പറഞ്ഞത് വി മെയ്ഡ് ഇറ്റ് വിത്ത് സച്ച് ലവ്, സച്ച് ഇന്റഗ്രിറ്റി, സച്ച് റെസ്പെക്ട് എന്നാണ്. അത്രമേൽ സത്യസന്ധമായ ഒരു ആവിഷ്കാരമായതുകൊണ്ടാവണം ഏതിടത്തുമുള്ള ഏതു ഭാഷ സംസാരിക്കുന്നവരുമായ മനുഷ്യർക്ക് ഈ സീരീസ് കണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ മുള്ളു തറച്ചതുപോലൊരു വേദന തോന്നുന്നത്, കണ്ടു കഴിയുമ്പോൾ വലിയൊരു ഭാരം നെഞ്ചിനകത്ത് കടന്നുകൂടിയതുപോലെ തോന്നുന്നത്. 13-കാരനായ എഡി തന്റെ ക്ലാസ്മേറ്റായ ജെയ്മി എന്ന പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്നതാണ് അഡോളസെൻസ് എന്ന സീരീസിന്റെ കഥ. കൗമാരപ്രായക്കാരുടെ വികാര വിചാരങ്ങൾ, അവരെ സ്വാധീനിക്കുന്ന ഉള്ളടക്കങ്ങൾ, അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന രക്ഷിതാക്കൾ, ഇങ്ങനെ പലതരത്തിലുള്ള രംഗങ്ങളിലൂടെയാണ് ചിത്രം പുരോഗമിക്കുന്നത്. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ ഒരു ചോദ്യം എല്ലാവരിലും ശേഷിക്കും: എന്തിനാണ് 13-കാരനായ എഡി കൊല നടത്തിയത് എന്ന ചോദ്യം, കാരണമെന്തായിരുന്നു എന്ന ചോദ്യം. സീരീസിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ എഡിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ ചോദ്യത്തിന് ഏതാണ്ടൊരു ഉത്തരം ലഭിക്കുന്നു. ആ സംഭാഷണത്തിൽ ഒരിടത്ത് എഡിയുടെ അമ്മ പറയുന്നുണ്ട്, സ്കൂൾ വിട്ടുവന്നാൽ നേരെ മുകൾ നിലയിലുള്ള അവന്റെ മുറിയിൽ കയറി കതകടച്ചിരിക്കും അവൻ. രാത്രി വൈകുവോളം മുറിയിൽ വെളിച്ചം കാണും. 1 മണിയൊക്കെ ആകുമ്പോൾ കതകിൽ മുട്ടി നാളെ സ്കൂളുള്ളതല്ലേ മോനെ, ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുറിയിലെ വെളിച്ചം കെടും. എന്നാൽ ഒരു നീല വെളിച്ചം അപ്പോഴും മുറിയിലുണ്ടാവും. എന്താണ് ചെയ്യുന്നതെന്നോ ഓൺലൈനിൽ എന്താണ് കാണുന്നതെന്നോ ഒരു പിടിയുമില്ല. അതിന് എഡിയുടെ അച്ഛൻ നൽകുന്ന മറുപടി യു കാൻറ്റ് കീപ്പ് ആൻ ഐ ഓൺ ദം ഓൾ ദ ടൈം എന്നാണ്. എപ്പോഴും അവരെയും ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന്. ഒടുവിൽ അതേ അച്ഛൻ തന്നെ സ്വയം ആശ്വസിക്കാനെന്ന വണ്ണം ഒരു ചോദ്യമറിയുന്നു: അവൻ ചെയ്ത തെറ്റിന് നമ്മൾ ഉത്തരവാദികളല്ലല്ലോ എന്ന്. അപ്പോഴാണ് ആ അമ്മ പറയുന്ന മറുപടി ലോകത്തുള്ള ഏതൊരു രക്ഷിതാവിന്റെയും നെഞ്ചിൽ തറയ്ക്കുന്നത്: വി മെയ്ഡ് ഹിം, നമ്മളല്ലേ അവനെ വളർത്തിയത് എന്ന മറുപടി. ഓൺലൈൻ ലൈഫും പുതുതലമുറ ചിന്തകളും പാരന്റിങ്ങുമൊക്കെ ഓഫ് ആൻഡ് റെഫറൻസായി പറഞ്ഞ സീരീസ് ഇപ്പോഴും കൂടുതൽ പേർ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയിൽ ഒരിടത്ത് ഈ സീരീസിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഇത് പറയാൻ കാരണം അഡോളസെൻസ് എന്ന സീരീസ് ലഹരിയെ അഡ്രസ് ചെയ്യുന്നതല്ലെങ്കിൽ കൂടിയും കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നീങ്ങും എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേരളം ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മത സാമുദായിക സംഘടനാ പ്രതിനിധികളുമായും വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനാ പ്രതിനിധികളുമായും ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നോക്കൂ. നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. യുവജന മഹിളാ വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, സൺഡേ ക്ലാസ്സുകൾ, മദ്രസ ക്ലാസ്സുകൾ, ഇതര ധാർമ്മിക വിദ്യാഭ്യാസ ക്ലാസ്സുകൾ, ഇവയിലെല്ലാം ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ ദൗത്യം എല്ലാവരും ചേർന്നാണ് ഏറ്റെടുക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനത്തിന് ഇടമില്ല. ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരേ മനസ്സോടെ ഇതില് പങ്കാളികളാവുകയാണ് വേണ്ടത്. ഇതുമാത്രമല്ല, യുവാക്കളെ എൻഗേജ് ചെയ്യിക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ക്ലബ്ബുകളും സംഘടനകളും ഒക്കെ തയ്യാറാകണം. ഇതിനകം അത്തരം പരിപാടികൾക്ക് തുടക്കമിട്ടു എന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ വായനയാണ് ലഹരി എന്ന പരിപാടി കൊല്ലം ബീച്ചിൽ വെച്ച് ജില്ലാ ബോക്സിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് പൊതുയോഗം, കോട്ടയം ജില്ലയിലെ രാമപുരത്ത് നടന്ന
ലഹരി വിരുദ്ധ ജാഗ്രതാ സംഘം, എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പയിൻ, തൃശൂർ ജില്ലയിൽ ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ച കുട്ടികളുടെ സ്നേഹച്ചങ്ങല, മലപ്പുറം ജില്ലയിൽ അരീക്കോട് ആരോഗ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച്, ഇങ്ങനെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ എടുത്തു പറയത്തക്കതാണ്. മാതൃകാപരമായ ബോധവൽക്കരണ പരിപാടികളാണ് സംസ്ഥാനത്താകെ നടന്നു വരുന്നത്. ലഹരി വിപത്തിന് മുന്നിൽ കീഴടങ്ങില്ല. ഇത്തരമൊരു നിശ്ചയദാർഢ്യത്തോടെ കേരള ജനത ഒറ്റക്കെട്ടായി ഇറങ്ങിയ ഈ പോരാട്ടം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. നോക്കൂ, അഡോളസെൻസ് ഒരു റെഫറൻസായി പറഞ്ഞു തുടങ്ങി എന്നേ ഉള്ളൂ. ജന്മം നൽകി, ഇനി അവരായി അവരുടെ പാടായി എന്ന് കരുതിയാൽ അവിടെ കഴിഞ്ഞു. ജനിച്ചു എന്നതിന്റെ പേരിൽ എല്ലാവരും വളരണമെന്നില്ല. ജന്മം നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് ജീവിതം നൽകുക എന്നത്. ജനിപ്പിച്ചു എന്നതിന്റെ പേരിൽ മാത്രം രക്ഷിതാവുമാകില്ല. സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ പേരിന് അവകാശം. അതെങ്ങനെ വളർത്തുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് അഡോളസെൻസ് സീരീസിൽ കൊലപാതകയായ എഡിയുടെ അച്ഛൻ സ്വയം ആശ്വസിക്കാനെന്ന വണ്ണം അമ്മയോട് ചോദിക്കുന്നു, അവൻ ചെയ്ത തെറ്റിന് നമ്മൾ ഉത്തരവാദികളല്ലല്ലോ എന്ന്. അപ്പോൾ ആ അമ്മ പറയുന്ന മറുപടിയാണ് ഏറെ ശ്രദ്ധേയം. വി മെയ്ഡ് ഹിം, നമ്മളല്ലേ അവനെ വളർത്തിയത് എന്ന മറുപടി.